നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ആർക്കു വേണ്ടിയും ഒരിക്കലും കാത്തു നിൽക്കാത്ത താൻപോരിമക്കാരനെ പോലെ കുതിച്ചുപായുകയാണ് സമയം. ചരിത്ര സൃഷ്ടിയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതും സമയത്തിന്റെ വേഗത തന്നെയാണ്. 2024 എന്ന വർഷവും കടന്നുപോവുകയാണ്. കാലത്തിന്റെ ദിശാസൂചികകളായ കലണ്ടർ താളിനും ഘടികാരത്തിനും അപ്പുറത്ത് സർവാധിനാഥനായ ദൈവത്തിന്റെ കരുണയുടെ പരിധിയിൽ നന്ദിയുള്ളവരായി ജീവിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ വേദപുസ്തകം വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പഴയതെല്ലാം ദൈവീക നടത്തിപ്പിന്റെ ഓർമ്മകളാണ്. അത് പുനർവായനയ്ക്കും പുനരവലോകനത്തിനും കൂടിയുള്ളതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും 2 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ആദരണീയനായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ഈ വർഷത്തെ അവസാനത്തെ ന്യൂസ് സ്കാനിലേക്ക് ഷെക്കേനയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വർഷത്തെ പ്രധാന സംഭവങ്ങളെ സമഗ്രമായി വിലയിരുത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി പരാമർശിക്കേണ്ടത് ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കേണ്ടതിന് 3ാം വട്ടവും നരേന്ദ്രമോദി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇന്ത്യയിലെ ജനങ്ങൾ അവസരം നൽകിയത് മുതൽ ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ഏഷ്യയിലും യൂറോപ്പിലുമായി നടക്കുന്ന യുദ്ധങ്ങളും, അമേരിക്കയിൽ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുന്നതും, ഒപ്പം കേരളത്തിലെയും ഇന്ത്യയിലെയും ആഗോള വ്യാപകമായും ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിച്ച ചില പ്രധാനപ്പെട്ട വെല്ലുവിളികളുമാണ്. കഴിഞ്ഞ ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ 7 ഘട്ടങ്ങളായി നടന്ന തിരഞ്ഞെടുപ്പിൽ 240 സീറ്റുകൾ നേടിക്കൊണ്ടായിരുന്നു BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പിന്തുണയുമായി എത്തിയതോടെ നരേന്ദ്രമോദി 3ാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലോകസഭയിലേക്ക് ഒരു BJP അംഗം വിജയിച്ചുകൊണ്ട് ചരിത്രം എഴുതി എന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നായിരുന്നു. മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയിട്ട് വിജയിക്കാൻ ആയില്ല എങ്കിലും ഇച്ഛാശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും ആൾരൂപമായി തൃശ്ശൂർ തന്നെ തട്ടകമായി പ്രവർത്തിച്ച സിനിമാ താരം സുരേഷ് ഗോപി 3/4 ലക്ഷം വോട്ടിന്റെ മിന്നുന്ന ഭൂരിപക്ഷത്തിന് വിജയിക്കുകയായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തൽപരകക്ഷികളുടെ വോട്ട് കുത്തകകളുടെ സമ്പ്രദായത്തെയും ചിലരുടെ ഹിഡൻ അജണ്ടകളെയും കീഴ്മേൽ മറിക്കുന്നതായിരുന്നു സുരേഷ് ഗോപിക്ക് തൃശ്ശൂരെ ജനങ്ങൾ കൊടുത്ത വിജയം. ആയതിൽ തൃശ്ശൂരെ ക്രൈസ്തവ ഭൂരിപക്ഷം ചെലുത്തിയത് അതീവ നിർണായകമായ സ്വാധീനം തന്നെയായിരുന്നു. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരുകാർ തങ്ങളുടെ MP ആയി മാറിയ സുരേഷ് ഗോപിക്ക് ആദരവായി കേന്ദ്രമന്ത്രി സ്ഥാനവും, ഒപ്പം ആരെയും അമ്പരപ്പിച്ചുകൊണ്ട് ജോർജ് കുര്യനും കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ട് BJP കേന്ദ്ര നേതൃത്വം ക്രൈസ്തവ സമൂഹത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത തെളിയിക്കുകയും ചെയ്തു. Suresh Gopi, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, George Kurian, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will.
വഖഫ് ബോർഡ് എന്ന ഭീകരൻ മുനമ്പത്തെ 600ഓളം കുടുംബങ്ങളുടെ കിടപ്പാടം കൊള്ളയടിക്കാൻ ഇറങ്ങി അവരെ കടലോളം സങ്കടങ്ങളുടെ ആഴത്തിലേക്ക് തള്ളിവിട്ടത് പോയ വർഷത്തെ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. മുനമ്പം നിവാസികൾക്ക് പൈതൃകമായി കിട്ടിയതോ അവർ പണം മുടക്കി വാങ്ങിയതോ ആയ വസ്തുവകകൾക്ക് അവകാശവാദം ഉന്നയിച്ചാണ് വഖഫ് ബോർഡ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുനമ്പത്തെ വേളാങ്കണ്ണി പള്ളിക്ക് മുന്നിൽ പന്തൽ കെട്ടിക്കൊണ്ട് മുനമ്പം ജനത നടത്തിവരുന്ന നിരാഹാര സമരം ഇപ്പോൾ 3ാം മാസത്തിലേക്ക് എത്തുകയാണ്. കേരളത്തിലെ സർക്കാർ മുനമ്പം നിവാസികൾക്ക് ആശ്വാസമാകുന്ന ഒരു നിലപാടും എടുക്കാതെ അന്വേഷണ കമ്മീഷനെ വെച്ച് മുനമ്പം നിവാസികളുടെ സങ്കടങ്ങൾക്ക് നീളം കൂട്ടുകയും ചെയ്തിരിക്കുകയാണ്. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയെ അല്ല എന്ന് ആണയിട്ട് പറഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അടിച്ച പ്രതിപക്ഷമാകട്ടെ ഉളുപ്പ് ലെവലേശമില്ലാതെ പറഞ്ഞത് തള്ളിപ്പറഞ്ഞ് തങ്ങളുടെ കടപ്പാടും കൂറും എങ്ങോട്ടാണ് എന്ന് തെളിയിച്ചിരിക്കുകയുമാണ്. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ അങ്ങേയറ്റം സന്തോഷത്തോടെ ലോകരക്ഷകന്റെ തിരുപ്പിറവിയായ ക്രിസ്തുമസ് ആഘോഷിച്ച് സന്തോഷിച്ചപ്പോൾ ലോകത്തിൽ ക്രിസ്തുമസ് ഇല്ലാതിരുന്ന ഏക ക്രൈസ്തവ സമൂഹമായിരുന്നു മുനമ്പത്തേത്. തങ്ങൾ പണം കൊടുത്തു വാങ്ങിച്ച വസ്തുവിന്റെ തീറാധാരം കയ്യിൽ വെച്ചുകൊണ്ട് അന്യായക്കാരുടെ അധിനിവേശത്തിൽ കുരുങ്ങി കണ്ണീരിൽ കുതിർന്ന ക്രിസ്തുമസ് ദിനങ്ങളാണ് മുനമ്പത്ത് കടന്നുപോയത്. ഇനി മുനമ്പം നിവാസികൾക്ക് മുന്നിലുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ വരുത്തുമെന്ന് കരുതുന്ന വഖഫ് നിയമ ഭേദഗതി മാത്രമാണ്. 2023 മെയ് മാസം മുതൽ മണിപ്പൂർ സംസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരുന്ന സമാനതകളില്ലാത്ത കലാപം ക്രൂരമായ കൊലപാതകങ്ങളിലേക്കും അക്രമ സംഭവങ്ങളിലേക്കും കടന്ന വർഷമായിരുന്നു ഇത്. ആനുകൂല്യ വിതരണത്തിന്റെ ആനുപാതത്തിൽ അസംതൃപ്തരായ കുക്കി മെയ്തൈ ഗോത്ര വിഭാഗങ്ങൾ ആയുധമെടുത്ത് അന്യോന്യം പക തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് രാഷ്ട്രീയ ലാക്കോടെ നോക്കി നിന്ന ബിരേൻ സിംഗ് കുക്കികളും മെയ്തൈകളും തമ്മിലുള്ള അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയാണ് ഈ നിലപാട് സ്വീകരിച്ചത് എന്ന് ഓർക്കണം.
ഇതുവരെ കൊല്ലപ്പെട്ടത് 300-നടുത്ത് ആളുകളാണ്. കൂടാതെ 60,000-ഓളം ആളുകൾ പലായനം ചെയ്യുകയും 4,786-ഓളം വീടുകൾ അഗ്നിക്ക് ഇരയാക്കപ്പെടുകയും പള്ളികളും ക്ഷേത്രങ്ങളും ഉൾപ്പെടെ 386 മതപരമായ കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോഴും ശമനമില്ലാതെ തുടരുന്ന കിഡ്നാപ്പിങ്ങും കൊലപാതകങ്ങളും എങ്ങനെയും ഇല്ലാതാക്കാൻ ഭഗീര പ്രയത്നങ്ങൾ തുടരുകയാണ്. മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ഇനിയൊരു ആശങ്കകൾക്ക് വകയില്ലാത്ത വിധത്തിൽ പൂർണ്ണമായി പരിഹരിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് 2024 എന്ന വർഷത്തെ വിലയിരുത്തിക്കൊണ്ട് ആഗോള ഭീകരവാദ സൂചികയിൽ നിന്ന് നടത്തിയിട്ടുള്ള പ്രധാന കണ്ടെത്തലുകൾ അനുസരിച്ച് തീവ്രവാദികളുടെ ആക്രമണത്താലുള്ള മരണങ്ങൾ മുൻ വർഷങ്ങളെക്കാൾ ഉയർന്ന വർഷമായിരുന്നു 2024. ഇസ്രായേലിനെതിരെ മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരെ കൂടാതെ 8,500-നടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടതാണ് ആഗോള ഭീകരവാദ സൂചികയിൽ കണക്കാക്കിയിരിക്കുന്നത്. കൊല്ലപ്പെടുന്ന ആളുകളുടെ ശരാശരി എണ്ണത്തിൽ 56% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 10 വർഷത്തിനിടയിലെ ഏറ്റവും മോശം നിരക്കാണ് ഇത്. മിഡിൽ ഈസ്റ്റിൽ ഭീകരവാദം ശക്തമാണെങ്കിലും അതിന്റെ ശക്തമായ പ്രഭവ കേന്ദ്രങ്ങൾ സബ് സഹാറൻ ആഫ്രിക്കയിലെ സെൻട്രൽ സഹേൽ മേഖലയിലേക്കും മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തീവ്രവാദ കൊലപാതകങ്ങളിലും മരണങ്ങളിലും പകുതിയിലധികവും നടക്കുന്നത് ഇവിടെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ബുർക്കിന ഫാസോയിൽ ക്രൈസ്തവർക്കെതിരായി തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും നൈജീരിയ അടക്കമുള്ള രാജ്യങ്ങളിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളും തുടരുകയാണ്. അർമേനിയയിലും നഗോർണോ കരാബാക്ക് മേഖലയിലും ക്രൈസ്തവർക്ക് നേരെ തീവ്രവാദികളുടെ ആക്രമണങ്ങൾ ശക്തമായിരുന്നു. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ നടന്ന പാരീസ് ഒളിമ്പിക്സിലും ശക്തമായ തീവ്രവാദ ഭീഷണി നിലനിന്നിരുന്നു. അന്ന് തീവ്രവാദികൾ അവിടെ സ്ഫോടനം നടത്തുകയും ചെയ്തിരുന്നു. ഫ്രാൻസ് പെട്ടെന്ന് തന്നെ അലസത വിട്ട് എഴുന്നേറ്റതിനാലാണ് വലിയ പ്രതിസന്ധികൾ അവിടെ നിന്ന് മാറിപ്പോയത്. 2023 ഒക്ടോബർ മുതൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന നിലനിൽപ്പിനായുള്ള പോരാട്ടം അവരുടെ എല്ലാ നേതാക്കന്മാരെയും കൊന്നൊടുക്കിക്കൊണ്ട് ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. ഹമാസിന്റെ കയ്യാളുകളും അടുത്ത മിഡിൽ ഈസ്റ്റ് തീവ്രവാദി സംഘവുമായ ലെബനീസ് ഹിസ്ബുള്ളകൾക്കെതിരെ യുദ്ധം വ്യാപിപ്പിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു. പേജറും വാക്കി ടോക്കികളും പൊട്ടി ചിതറിച്ചുകൊണ്ട് ഇസ്രായേൽ തുടങ്ങിവെച്ച ആക്രമണങ്ങളിലൂടെ ഹസൻ നസ്രുള്ള അടക്കം ഹിസ്ബുള്ളകളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ഇല്ലാതാക്കി. ഈ തീവ്രവാദി സംഘങ്ങളെയെല്ലാം വളർത്തിയ ഭീകര രാഷ്ട്രമായ ഇറാൻ അവസരം മുതലെടുത്ത് ഇസ്രായേലിനെ ആക്രമിക്കാൻ രംഗത്ത് വന്നുവെങ്കിലും അത് അവരുടെ നാശത്തിന് മാത്രമാണ് കാരണമായത്. الله أكبر الله أكبر
സിറിയയെ വിമത ഭീകരർ കീഴടക്കിയതിനു പിന്നാലെ സിറിയയെയും തരിപ്പണമാക്കിയ ഇസ്രായേൽ അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടെ ചെങ്കടലിനെയും കരിങ്കടലിനെയും തട്ടകമാക്കി ആക്രമണം നടത്തിയ യമനീസ് ഹൂത്തികളെയും ഇല്ലാതാക്കുകയുണ്ടായി. അടുത്തതായി പശ്ചിമേഷ്യയിലെ എല്ലാ തിന്മകൾക്കും ചുക്കാൻ പിടിച്ച ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നുള്ള മുന്നറിയിപ്പോടെയാണ് സംഭവ ബഹുലമായ ഈ വർഷം പര്യവസാനിക്കുന്നത്. അമേരിക്കയിൽ ആര് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയാലും അത് ലോകത്തെ ആകമാനം ബാധിക്കുന്ന കാര്യമാണ്. 2024 നടന്ന ചരിത്രപരമായ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക്കുകളെയും ഇടത് ഇസ്ലാമിക ലിബറൽ ചേരികളെയും പിന്നെ ഇല്ലുമിനിറ്റികളുടെയും ഫ്രീമേസൺ ഡീപ് സ്റ്റേറ്റ് അംഗങ്ങളുടെയും എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് തച്ചുടച്ചുകൊണ്ട് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപ് വിജയിച്ചു എന്നത് ആഗോള ക്രൈസ്തവീകതയ്ക്ക് അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. The Fox News decision desk can now officially project that Donald Trump will become the 47th President of the United States. The former president's comeback will be complete with a win in Wisconsin, a state that he narrowly lost 4 years ago. He is now the second president in U.S. history to win non-consecutive terms. The first was Grover Cleveland in the late 1800s. Senator J.D. Vance will become the 50th vice president of the United States. America has given us an unprecedented and powerful mandate. We have taken back control of the Senate. Wow, that's good. We're all won by the MAGA movement. They helped so much. Like this, I want to thank the American people for the extraordinary honor of being elected your 47th president and your 45th president. And every citizen, I will fight for you, for your family, and your future. Every single day, I will be fighting for you, and with every breath in my body, I will not rest until we have delivered the strong, safe, and prosperous America that our children deserve and that you deserve. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ 2 വധശ്രമങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ട്രംപ് 2025 ജനുവരിയിൽ അധികാരത്തിൽ വരുന്നതോടെ ലോകക്രമത്തെ അടിമുടി മാറ്റുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. പുതിയ വർഷം പ്രതീക്ഷാ നിർഭരമാക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. എക്കാലത്തും ഭീകരവാദികളുടെ യഥാർത്ഥ ശത്രുവായ ട്രംപ് ആ മുന്നറിയിപ്പ് തീവ്രവാദികൾക്കും അവർക്ക് ചുക്കാൻ പിടിക്കുന്നവർക്കും ഇതിനോടകം നൽകിക്കഴിഞ്ഞു. ക്രൂരമായ തന്ത്രങ്ങളോടെ ആഗോള കുത്തകകളെ പിടിച്ചടക്കാനിറങ്ങിയ ചൈനയും ആണവ മേൽക്കോയ്മയുടെ രാഷ്ട്രമായ റഷ്യയുമൊക്കെ ട്രംപിന്റെ നിർദ്ദേശത്തിന് അനുസൃതമായി പരുവപ്പെടാൻ ഒരുങ്ങിയതിന്റെ സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 3 വർഷത്തിലേക്ക് എത്തിയ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ കാലിക സംഭവങ്ങളിൽ കടുത്ത പ്രകോപനങ്ങളാണ് ഉക്രൈൻ ഉണ്ടാക്കിയത്. അത് തന്നെ കൂടി ബാധിക്കുന്ന വിഷയമാണെന്ന് അറിയാവുന്ന ട്രംപ് കനത്ത തിരിച്ചടിക്ക് ഒരുങ്ങിയ പുടിനെ അനുനയിപ്പിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചെങ്കിൽ അത് വരാൻ പോകുന്ന ഏതോ വഴിത്തിരിവുകളുടെ സൂചന തന്നെയാണ്. ഇക്കണ്ട കാലം മുഴുവൻ ലെഫ്റ്റ് ലിബറൽ നയത്തിനു വേണ്ടി വാദിച്ച യൂറോപ്യന്മാർക്കെല്ലാം അതിന്റെ ഉപോൽപ്പന്നങ്ങളായി കയറിക്കൂടിയവരുടെ വകയായി തങ്ങളുടെ അസ്തിത്വത്തെ തകർക്കുന്ന മുട്ടൻ പണികൾ കിട്ടിത്തുടങ്ങിയതോടെ ലിബറൽ അല്ല കൺസർവേറ്റീവായി ജീവിച്ചില്ലെങ്കിൽ സ്വന്തം മണ്ണിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന കാര്യം ഈ വർഷം ശക്തമായി ബോധ്യമാവുകയുണ്ടായി. ഇംഗ്ലണ്ടിലും നെതർലാൻഡ്സിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഇറ്റലിയിലും സ്വീഡനിലും അടക്കം ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലെയും ജനങ്ങളെല്ലാം തിരിച്ചറിവോടും യാഥാസ്ഥിതിക ബോധത്തോടും തീവ്ര വലതുപക്ഷത്തോടും അടുക്കുകയാണ്. അത് ഏറെ ശുഭസൂചകമാണ്. ലോകക്രമത്തിൽ ക്രൈസ്തവീകമായ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പുള്ള ട്രംപ് യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും യുദ്ധങ്ങളെ നിർത്തലാക്കുവാനും അധാർമികതയുടെ ഉത്തരങ്ങായി മാറിയ അമേരിക്കയെ ദൈവഭയത്തിൽ ഊന്നിയ പൂർവീക നന്മയിലേക്ക് മടക്കിക്കൊണ്ടുവരികയും എക്കാലത്തും യൂറോപ്പിന് ശാപമായ കുടിയേറ്റക്കാരെ പുറത്താക്കുകയും ചെയ്യുമെന്നും ഉറപ്പായിരിക്കുന്നത് തന്നെ പുതുവർഷത്തിലെ വലിയ പ്രതീക്ഷകളും മറ്റൊരു ശുഭ സൂചനയുമാണ്. പശ്ചിമേഷ്യയുടെ മുഖച്ഛായ മാറ്റുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും
തീവ്ര വലതുപക്ഷ ചിന്തകരായ രാഷ്ട്ര തലവന്മാരും ഒത്തുചേരുന്നതോടെ വരാൻ പോകുന്ന വർഷത്തിലെ പ്രതീക്ഷകൾ മാനം മുട്ടുകയാണ്. ന്യൂസ് കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച